ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പം യെസ്റ്റർഡേ ഇട്ട വീഡിയോസിൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അബൌട്ട് എന്താ പറയുക ഫോൺ നമ്പർ ഷാനുക്കയുടെ തരുമോ എന്ന് ചോദിച്ചിട്ട്. അതിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എന്താ പറയുക, അതിനുശേഷം വേറൊരു കമൻറ്റ് കണ്ടു, ഞങ്ങളെല്ലാം ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിന്നത്, അപ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ എന്താ റിപ്ലൈ തരാത്തത്, ഇപ്പോൾ വലിയ ജാടയായി പോയോ എന്നൊക്കെ ഞാൻ കുറച്ച് കമൻറ്റ്സ് കണ്ടു. അപ്പം ഓരോരുത്തർക്കും വേണ്ടി റിപ്ലൈ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഒരു വീഡിയോയുടെ ചെയ്യുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. ഷാനുക്കയുടെ നമ്പർ തരാമോ എന്ന് ചോദിക്കുന്നവരോട്, അത് ഷാനുക്കയുടെ പ്രൈവസിയാണ്. അത് മാത്രമല്ല, ഷാനുക്കയുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല. ഷാനുക്കയുടെ ക്ലോസ് ഫ്രണ്ട് വഴി ആണ് ഞാൻ ഷാനുക്കയെ വിളിച്ചത്. കോൺഫറൻസ് കോൾ ഇട്ടായിരുന്നു വിളിച്ചത്. അതുകൊണ്ട് ഷാനുക്കയുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. ക്ലോസ് ഫ്രണ്ടിൻ്റെ നമ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എന്താ പറയുക, ആ ഒരു നമ്പർ എന്ന് പറയുന്ന സംഭവം എൻ്റെ കയ്യിലില്ല. അതിലേക്കാണ് ഷാനവാസിക്ക് വിളിച്ചതും കാര്യങ്ങൾ സംസാരിച്ചതും ഒക്കെ. അപ്പം നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നവരോട് എന്താ പറയുക, എൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അത് മാത്രമല്ല, ഷാനവാസിക്കനെ കാണണമെന്ന് അത്ര ആഗ്രഹമുള്ളവർക്ക് പറ്റുന്ന എല്ലാവരും തന്നെ ഫാൻസ് മീറ്റിന് പോവുക പാലാരിവട്ടത്ത്. അതുപോലെ തന്നെ എനിക്കറിയാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾ നമ്പർ ചോദിക്കുന്നതെന്നും സൗണ്ട് കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്, ആ ചിരി ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് കണ്ടു. അപ്പം നിങ്ങളുടെ ഒരു എന്താ പറയുക, ആ ഒരു ഇഷ്ടം കൊണ്ടാണ് നിങ്ങളെന്നോട് ചോദിച്ചതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. അല്ലാതെ എനിക്ക് ജാട ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എനിക്കതിന് റിപ്ലൈ തരാനായിട്ട് അങ്ങനെ അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ ഒരു സംഭവം കൊണ്ടാണ്. പിന്നെ വേറെ കുറേ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദില നൂറെ പറ്റി സംസാരിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഷാനുക്കയായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ബിഗ് ബോസിലെ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദില നൂറ എന്നുള്ളൊരു ടോപ്പിക്സ് ഒന്നും വലുതായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അതൊന്നും സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ, ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് ബിഗ് ബോസ് കഴിഞ്ഞു, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചത് അനീഷയായിട്ടുള്ളൊരു ബോണ്ടിങ് ആണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, നമ്മളെപ്പോഴും മീഡിയയിലോട് പറയുന്ന പോലെ തന്നെ 5-6 പ്രാവശ്യമൊക്കെ വിളിക്കാറുണ്ട് ഒരു ദിവസം, എല്ലാ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതേസമയം ഈ ആദില നൂറ ഉള്ളൊരു സംഭവമൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല, അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുൾ കാര്യം സംസാരിച്ചത് അബൌട്ട് ഹിസ് ഡ്രീം ആയിരുന്നു, സിനിമയിലേക്കുള്ളൊരു എൻട്രി കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇന്നലെ ഓൾറെഡി കണ്ടു, സുരാജ് വച്ച മെഞ്ഞാറമ്മൂടും സൈജു കുറുപ്പുമായിട്ടൊക്കെയുള്ളൊരു പിക്സൊക്കെ കണ്ടു. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിഗ് ഹാപ്പനിങ് നടക്കാം. അപ്പം ഫുള്ളി എല്ലാം സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ അപ്പ് ആക്കിയെടുത്താൽ, ഫുള്ളി അപ്ഡേറ്റ് ആയാൽ അതൊരു രസമില്ലല്ലോ. അതിപ്പം ഫോർ എക്സാമ്പിൾ മമ്മൂട്ടി ആട്ടെ, മോഹൻലാൽ ആട്ടെ, പൃഥ്വിരാജ് ആട്ടെ, ഇവരൊന്നും അപ്ഡേറ്റഡ് അല്ല, സോഷ്യൽ മീഡിയയിൽ വ്ളോഗിങ് ചെയ്ത് നടക്കുമല്ലോ. ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പം അങ്ങ് ഒരു എപ്പോഴും ലൈവിൽ വരിക അല്ലെങ്കിൽ എപ്പോഴും പിക്ക് പോസ്റ്റ് ചെയ്യുക, എപ്പോഴും വ്ളോഗിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു വില കാണില്ല എന്നാണ് ഷാനവാസിക്ക പറയുന്നത്. ബിക്കോസ് ഒരു സിനിമയിലേക്ക് എൻട്രി നടത്തുന്ന ഒരാൾക്ക് അതിനൊരു വില കാണില്ല എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെയാണ് മെയിൻലി പറഞ്ഞത്. അപ്പോൾ നമ്പർ തരാമോ എന്ന് ചോദിച്ചവരോട് എനിക്കിതാണ് പറയാനുള്ളത്. എൻ്റെ കയ്യിൽ ആക്ച്വലി നമ്പറില്ല. ഞാൻ ഫ്രണ്ട് വഴിയാണ് കോൺടാക്റ്റ് ചെയ്തത്. പിന്നെ വേറെ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ, ഷാനവാസിക്ക സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളോടുള്ള ഇഷ്ടമൊക്കെ ഇനിയും പറയണം. ഇൻ കേസ് ഇനി ഞാൻ വിളിക്കുമ്പോൾ ഞാൻ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പറയാം. പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കുറേ പേരുകൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി ഇങ്ങനെ പറയണം, ഇന്ന ആൾക്കാർക്കുടെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞാൽ എന്നോട് പേഴ്സണലി പറഞ്ഞ കുറച്ച് പേരുണ്ട്. അതിൻ്റെ പേരുകൾ ഞാൻ എന്തായാലും നോട്ട് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പം എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായി എത്രത്തോളം നിങ്ങൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടും മനസ്സിലായിട്ടുണ്ട്. എനിവേ, നമുക്കെല്ലാവരും കൂടെ ഒറ്റക്കെട്ട്. അപ്പം ഞാൻ എന്തെങ്കിലും റിപ്ലൈ തരുന്നില്ല എങ്കിൽ എനിക്ക് ജാടയാണ്, വലിയ ആളായിപ്പോയി, ഞങ്ങളൊക്കെ അല്ലേ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എന്താ വലിയ ആളായിപ്പോയതൊന്നും ചിന്തിക്കല്ലേ. ബിക്കോസ് എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. നമ്പർ തരാനൊക്കെ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ തന്നെയും ആളുടെ ഒരു കൺസെൻറ്റ് ഇല്ലാതെ നമുക്ക് തരാൻ പറ്റത്തില്ലല്ലോ. അപ്പം അത് മാത്രമല്ല, അത്രയ്ക്ക് ഇതാണെങ്കിൽ അത്രയ്ക്ക് ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് ആളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് ഓൺ ഇൻസ്റ്റാഗ്രാം. മിക്കപ്പോഴും കുറച്ച് പേർക്കെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പം ഷാനവാസിക്ക ചിലപ്പോഴൊക്കെ മെസ്സേജിന് റിപ്ലൈ തരാറുണ്ട്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ആക്കുക, വിശേഷങ്ങൾ ചോദിക്കുക, പിന്നെ ഫാൻസ് മീറ്റിൽ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് മീ. ഞാൻ എന്താ പറയുക, ഇതിനൊന്നും റിപ്ലൈ തരുന്നില്ല. നേരത്തെയൊക്കെ ഭയങ്കര റിപ്ലൈ തരുമായിരുന്നു. ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് എല്ലാത്തിനും. അറ്റ്ലീസ്റ്റ് ഒരു ലവ് സിമ്പിളെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ റിപ്ലൈ കൊടുത്തില്ല, ജാടയായെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇതാണ് വിഷയം. ഇതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നമ്പറില്ല. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ,
ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്നേഹം ഷാനവാസിക്ക തിരിച്ചറിയുന്നുണ്ടോ ആവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. യെസ്, ഡെഫിനറ്റ്ലി അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത്രയും പേരുകളിൽ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഷാനവാസിക്ക ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, വലിയ പ്രൗഡൊക്കെ ആയിട്ടാണ് എനിക്ക് സംസാരിച്ചത്. അപ്പം വളരെ പ്രൗഡാണ് ആൾ. ഇത്രയും ആൾക്കാർ ഷാനവാസിക്കനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജെന്യുവിനായിട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് ഭയങ്കര പ്രൗഡാണ് ആൾ. സോ അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.